പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മക്കൾ മരിച്ചുപോയി. അതിൻ്റെ പേരിൽ ക്ഷമിച്ചു, സഹിച്ചു. ഇത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്നോർത്ത് സങ്കടപ്പെട്ട് അള്ളാഹുവിനോട് വിനയാന്വിതനായിട്ട് തൗബ ചെയ്താൽ, നീ എനിക്ക് പരീക്ഷണം തന്നു, സഹിക്കാനാകാത്തതാണ്, ഒരിക്കലും താങ്ങാൻ കഴിയാത്തതാണ്, എന്നാലും റബ്ബേ നിന്റെ അലംഘനീയമായ വിധി അംഗീകരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു വാപ്പയോ ഉമ്മയോ പറഞ്ഞാൽ, ബൈത്തുൽ ഹംദ് എന്ന് പറയുന്നൊരു സ്വർഗീയ കൊട്ടാരം ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ഒരുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ ഒരു ദുആ ഉണ്ട്, നബിതങ്ങൾ പഠിപ്പിച്ച ദുആ. ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായ ഒന്നിനെ തരുമെന്നാണ്. ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ, ആസ്വദിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ഭാര്യ മരിച്ചു പോകുന്നവരുണ്ട്, ഭർത്താവ് മരിച്ചു പോകുന്നവരുണ്ട്, ഒന്നും രണ്ടും ആൺമക്കൾ മരിച്ചു പോകുന്നവരുണ്ട്, ചെറിയ മക്കൾ മരിച്ചു പോകുന്നവരുണ്ട്. ഭാര്യ മരിച്ചതിന്റെ പേരിൽ ആരും വിവാഹം കഴിക്കാതിരുന്നിട്ടില്ല, ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ആരും വിവാഹം കഴിക്കാതിരുന്നിട്ടില്ല, മക്കൾ നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പിന്നീട് ആ ദമ്പതികൾക്ക് മക്കൾ ഉണ്ടാകാതെയും ഇരുന്നിട്ടില്ല. നല്ല മക്കളെ വീണ്ടും അല്ലാഹു തരണമെങ്കിൽ, അള്ളാഹു വീണ്ടും ഒരു നല്ല ഭാര്യയെ തരണമെങ്കിൽ ഇതൊക്കെ നമ്മൾ പോയി പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം മാതാപിതാക്കൾ മക്കൾ മരിച്ചുപോയൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരോട് ദുആ ചെയ്യാൻ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ ഓടിക്കും. നമ്മളവരോട് അവരുടെ ഒരു 2 ദിവസം കഴിയുമ്പോൾ 3 ദിവസം കഴിയുമ്പോൾ അവരോട് പറയണം, അള്ളാഹുവിന്റെ വിധിയാണ്, തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റുള്ളൂ. എങ്കിലും അള്ളാന്റെ റസൂല് പറഞ്ഞൊരു ദുആ ഉണ്ട്, നിങ്ങൾ പറയാൻ മടിക്കണ്ട. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഒരു ദുആ ഉണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളിൻ. ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. മരിച്ചുപോയ ഭാര്യമാരുള്ള ഏതെങ്കിലും ഒരു ഉപ്പ, ഏതെങ്കിലും ഒരു ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഭാര്യയോടൊപ്പം നാളെ സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ ഭർത്താക്കന്മാർ മരിച്ചവരുണ്ടെങ്കിൽ അള്ളാഹു അവർക്കും സ്വർഗം നൽകുമാറാവട്ടെ. എങ്കിലും പറയണം, ഏത് ദുആ എന്നറിയോ? ഏത് ദുആ എന്നറിയോ? اللهم أجرني في مصيبتي واخلف لي خيرا منها. ഇതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അല്ലാ, താങ്ങാനാകാത്ത സങ്കടമാണ് അല്ലാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ് അല്ലാ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഈ നഷ്ടപ്പെട്ടതിനേക്കാളും ഹൈറായ ഒന്നിനെ നീ തരണേ അല്ലാ. ഈ സങ്കടത്തിന്റെ പേരിൽ, ഈ പരീക്ഷണത്തിന്റെ പേരിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ അല്ലാഹു ഹൈറായ ഒന്നിനെ പകരം കൊടുക്കുമെന്നാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായിരുന്നല്ലോ മഹദിയായ ഉമ്മു സലമ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീബി ഒരിക്കൽ കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല ഉമ്മു സലമ, നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിപദം അലങ്കരിക്കാൻ ഭാഗ്യമുണ്ടായത്? നിങ്ങൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായിട്ട് മാറാൻ ഭാഗ്യമുണ്ടായത്? അവിടുന്ന് പറയുന്നു, ആയിഷ, ഞാൻ എൻ്റെ മകന്റെ മയ്യത്ത് കണ്ട ഉമ്മയാണ്. ഞാൻ എൻ്റെ മകൻ സലമ എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ടത് കണ്ട ആളാ. എൻ്റെ ഭർത്താവും മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു ആയിഷ. എൻ്റെ ഭർത്താവ് മരിച്ചു കിടന്നപ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ ചുവട്ടിലിരുന്ന് ഞാൻ പറഞ്ഞു, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. നിന്റെ അലംഘനീയമായ വിധിയെ ഞാൻ അംഗീകരിക്കുന്നു അല്ലാ, നിന്റെ ഈ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു അല്ലാ. ഈ തീരുമാനത്തിനു പകരം, ഈ പരീക്ഷണത്തിനു പകരം നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ.
ഇതിനു പകരം നീ ഉത്തമമായ ഒന്നിനെ പകരം തരണേ അല്ലാ. ഈ ദുആ ഞാൻ അന്ന് പറഞ്ഞു, അല്ലാഹു ആ ദുആഇനെ ഇഷ്ടപ്പെട്ടു സ്വീകരിച്ചു. എന്റെ ഭർത്താവ് അബൂ സലമയേക്കാൾ ഏറ്റവും ഉത്തമനായ ഭർത്താവിനെ അല്ലാഹു എനിക്ക് പകരം തന്നുവെന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മറുപടി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാൽ, മക്കള് മരിച്ചു പോയാൽ, ഭാര്യ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, കൂടപ്പറപ്പിനെ പോലെ കൂടെ നിൽക്കുന്ന കൂട്ടുകാര് മരിച്ചാൽ, ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ദുആ പറയാൻ മറക്കല്ലേ. ദുനിയാവിലും ആഖിറത്തിലും നഷ്ടപ്പെട്ടതിന് പകരം ഹൈറായ ഒന്നിനെ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്തൊന്നും പോരാ, ഈ സ്വലാത്തൊന്നും പോരാ. ആവേശത്തോടെ സ്വലാത്ത് പറഞ്ഞ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കണം. നല്ല മനസ്സോടുകൂടി ചൊല്ല് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم.